അത് മറച്ചു വെക്കാനൊന്നും ശ്രമിക്കണ്ട. നിങ്ങൾക്ക് രണ്ടാൾക്കും ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ? ഈ സ്നേഹം ഉള്ളിൽ തട്ടുക എന്നൊക്കെ പറഞ്ഞ അത് ഈ ആളുകൾ അപ്പുറം ഇപ്പുറം ഇരുന്ന് പറയേണ്ട കാര്യമല്ല. അത് തട്ടുന്ന ആൾക്ക് മനസ്സിലാവേണ്ട കാര്യം അല്ല ആരതി? ആ അതെ അതെ, അക്കാര്യത്തിൽ ഞാൻ നന്ദിനിയുടെ കൂടെയാ. ഈ ആണുങ്ങൾക്കേ കൊറേ കാര്യത്തില് യാഥാർത്ഥ്യം മനസ്സിലാവില്ല. അതെന്താ യാഥാർത്ഥ്യം ഞങ്ങൾക്ക് മനസ്സിലാവാത്തെ? നിങ്ങൾക്കെന്താ സ്പെഷ്യൽ യാഥാർത്ഥ്യോ? ഓ, ഇനിയിപ്പോ ഭാര്യയും ഭർത്താവും കൂടി തർക്കിക്കാൻ തുടങ്ങിക്കോ. ഒരു കാര്യം ചെയ്യും, ഈ ഫോൺ വെച്ചിട്ട് രണ്ടുപേരും കൂടി ആയിക്കോ, അതാ നല്ലത്. ആ സൂര്യ സാറ് വന്നു, ഞാൻ ഫോൺ വെക്കാണേ. അതെ, ഞാൻ വന്നുകൊണ്ട് താൻ ഫോൺ കട്ടിയൊന്നും വേണ്ട. സംസാരിച്ചോ? ആരതിയാ, ഞങ്ങള് സംസാരിച്ചു കഴിഞ്ഞു. ആ ആരതി, ഞാൻ ഫോൺ വെക്കാണേ. ആ ശരി. അതെ, ഞാൻ അവരെ വിളിച്ച് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നെ വിളിച്ചത് എന്തിനാന്നറിയോ? കൺഗ്രാറ്റുലേഷൻസ് പറയാൻ, രണ്ടാം കെട്ടിന്. ആ അത് പോട്ടെ, തന്റെ ആ ചെമ്പരത്തിക്കാവില്ലേ, അവിടുത്തെ ഉത്സവം എന്നാ? ഉത്സവത്തിന് ഇനി 4 ദിവസമേ ഉള്ളൂ. താനേ നാളെ രാവിലെ തന്നെ പൊക്കോ. പൊക്കോടൂ. തനിക്ക് ഇത്രയും പ്രിയപ്പെട്ട ഉത്സവത്തിന് താൻ ഇനി പോവാതിരിക്കണ്ട. വീട്ടിൽ ചെന്ന് ഉത്സവമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് തിരിച്ചു വന്നാൽ മതി. സാർ കാര്യമായിട്ടാണോ ഈ പറയുന്നത്? എടോ, കാര്യമായിട്ട് തന്നെയാ. എന്റെ ജീവനെക്കുറിച്ചും എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഞാൻ എന്തെങ്കിലും തിരിച്ചു തരണ്ടേ? തന്നെ തന്റെ നാട്ടിലേക്ക് വിടുന്നതിനേക്കാൾ സന്തോഷമുള്ള കാര്യം വേറെ ഇല്ല. പിന്നെ താൻ പറയുന്ന പോലെ ഈ തടവറയുന്ന ഒരു മോചനാവട്ടെ. ശരിക്കും പറഞ്ഞതല്ലേ, വാക്ക് മാറ്റി പറയില്ലല്ലോ. ഞാൻ വീട്ടിൽ വിളിച്ചു പറയും, അവരെന്നെ കാത്തിരിക്കും. പിന്നെ ചെന്നില്ലെങ്കിൽ വിഷമാവും. വിളിച്ചു പറഞ്ഞോ? നാളെ രാവിലെ താൻ പോകുന്നു. അവിടെ വരെ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ വിടാൻ കേട്ടോ. അയ്യോ, അതൊന്നും വേണ്ട സർ, എന്നെ ഒന്ന് ബസ് സ്റ്റാൻഡിൽ വിട്ടാ മതി, ഞാൻ പൊയ്ക്കോളാം. താൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ലെന്നായിരിക്കും ഇവിടെ എല്ലാവരും പ്രതീക്ഷിക്കുക. സാറിന് ആ പേടിയുണ്ടോ? എനിക്കില്ല. കാരണം എനിക്കിപ്പോ കുറച്ചെങ്കിലും തന്നെ അറിയാം. എന്നാ ഞാനിന്ന് വീട്ടിൽ വിളിക്കട്ടെ സർ? സത്യം പറഞ്ഞ സന്തോഷം കൊണ്ട് എനിക്ക് എന്താ പറയേണ്ടെന്ന് അറിയില്ല. താങ്ക്സ്. ആ അതെ, തന്റെ ഈ സന്തോഷത്തിനിടയിൽ ഞാനൊരു കട്ടുറുമ്പാവുന്നില്ല. താൻ സന്തോഷമായിട്ട് അവർ വിളിക്കും. ഹലോ ചേച്ചി. കാർത്തു, എല്ലാരും എവിടെയടി? ഇവിടെയുണ്ട്. നീ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ടേ ആ ഫോണിന് സ്പീക്കറിലിട്ടെ. എനിക്ക് എല്ലാവരോടൊന്ന് സംസാരിക്കണം. ചേച്ചിയാ, നമ്മളോട് എല്ലാരോടും സംസാരിക്കണമെന്ന്. ചേച്ചി, എല്ലാരും ഉണ്ട്, സംസാരിച്ചോ. മുത്തശ്ശി, എന്താ വിശേഷം? ഒന്നുമില്ല മോളെ, നീ സുഖായിട്ടിരിക്കുന്നോ? സുഖായിട്ടിരിക്കുന്നു മുത്തശ്ശി. ചേച്ചി, ചെമ്പരത്തിക്കാവില് പൂരാ, ചേച്ചി വരുവോ? അത് പറയാനാ ഞാൻ വിളിച്ചത്. ഞാൻ വരുന്നുണ്ട്. സത്യാണോ ചേച്ചി പറയുന്നേ? അതേടി, എന്നോട് പൊയ്ക്കോളാൻ സൂര്യ സാറ് പറഞ്ഞു. അച്ഛാ. മോളെ, പോരണോന്ന് പറഞ്ഞ് മോള് ബഹളം വെച്ചൊന്നും അല്ലല്ലോ? അവർക്ക് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ? അയ്യോ ഇല്ല അച്ഛാ, ഞാൻ പോരുന്ന കാര്യം സംസാരിച്ചില്ലായിരുന്നു. സൂര്യ സാർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാ പൊയ്ക്കോളാൻ. അപ്പോ മോൾ എന്നാ വരിക? ഞാൻ നാളെ രാവിലെ തന്നെ ഇവിടുന്ന് ഇറങ്ങും. വന്നിട്ട് ഉത്സവം കഴിഞ്ഞിട്ടേ തിരിച്ചു പോരൂ. ചേച്ചി, ഞങ്ങൾക്കൊക്കെ എന്ത് സങ്കടമായിരുന്നറിയോ? ഞങ്ങള് വിളിക്കാന്ന് പറയുമ്പോ അച്ഛൻ സമ്മതിക്കാഞ്ഞിട്ടാ. അവള് മോളെ, അച്ഛനും മോള് വരണോന്ന് താല്പര്യമില്ല ഞെട്ടല്ല, പോരാൻ പറ്റിയില്ലെങ്കിൽ മോക്ക് മനസ്സിന് വിഷമമെങ്കിലും ഒന്ന് കരുതിയിട്ടാ. ആ വിഷമൊക്കെ ഇപ്പൊ മാറിയില്ലേ? ആ കാർത്തു, നിനക്ക് എന്താടി ഞാൻ വരുമ്പോ കൊണ്ടുവരണ്ട? എനിക്കൊന്നും വേണ്ട ചേച്ചി, ചേച്ചി ഇങ്ങ് വന്നാ മതി. ബാക്കിയൊക്കെ നമുക്ക് പൂരപ്പറമ്പിന്ന് വാങ്ങാലോ. ചേച്ചി, ചേച്ചി വരുമ്പോ പുളിമുട്ടായി വാങ്ങിച്ചു വെക്കട്ടെ? ആ പിന്നെ, എത്ര നാളായി പുളിമുട്ടായൊക്കെ കഴിച്ചിട്ട്. നീ വാങ്ങിച്ചു വെച്ചാ?
തന്നെ മേടിച്ചു വെക്കാം. അല്ല മോളെ, സൂര്യ സാർ വരുന്നതിനെ കുറിച്ച് വല്ലതും പറഞ്ഞോ? ആ, സൂര്യ സാർ വരുത്തൊന്നുമില്ല മുത്തശ്ശി. എന്നെ വിട്ടത് തന്നെ വലിയ മഹാഭാഗ്യം എന്ന് കരുതാൻ ഞാൻ. എനിക്ക് സത്യം പറഞ്ഞ എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താ മതി. പിന്നെ ഇവിടുന്ന് അവിടെ എത്തേണ്ട സമയം അത്രേ ഉള്ളൂ. ഞാനിന്ന് ഉറങ്ങില്ല. മോളെ, പത്മാമ്മയുടെ എന്തെങ്കിലും പറയൂ. പത്മാമ്മയുടെ എന്ത് പറയാനാ? സൂര്യ സാറ് പൊക്കോളം പറഞ്ഞ ചേച്ചി ഇങ്ങ് പോരും. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞു തടഞ്ഞ ചേച്ചി നല്ല ചീത്ത കൊടുക്കും. ഒന്നും മിണ്ടായിരിക്കും. എന്നാ പിന്നെ ഞാൻ വെക്കട്ടെ അച്ഛാ. നാളെ ഉച്ചയാകുമ്പോഴേക്കും ഞാനങ്ങ് എത്തും. പിച്ചു, നാളെ വന്നിട്ട് കാണാം. ശരി ചേച്ചി. ഈശ്വര, സമാധാനമായി. അല്ലെങ്കിലും അവക്ക് അവിടെ നിന്നാ കാലുറക്കില്ല. ആ, ചെമ്പരത്തിക്കാവിലെ പൂരം എന്ന് പറഞ്ഞ ഭ്രാന്തല്ലേ അവൾക്ക്? നന്ദിനി ഉത്സവത്തിന് പോയാൽ തന്നെ 2-3 ദിവസത്തിനകം ഇങ്ങ് തിരിച്ചു വരില്ലേ? ആര് പറഞ്ഞു അവള് തിരിച്ചു വരുമെന്ന്? അവള് തനിച്ചിവിടെ നിന്ന് പോയാ പിന്നെ ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരില്ല. അങ്ങനെ ഉണ്ടാവൂ? അതവളുടെ വീട്ടുകാർക്ക് നാണക്കേടല്ലേ? ചുറ്റുപാടുള്ള ആൾക്കാർ വന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോ അവരവളെ തിരിച്ചു വിടില്ലേ? ചുറ്റുപാടുള്ളവരുടെ വായ അടപ്പിക്കാൻ വേണ്ടി അങ്ങനൊന്നും ചെയ്യില്ല. നീ കണ്ടിട്ടില്ലേ അവളുടെ കുടുംബം അവളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന്? നന്ദിനി ഇവിടുന്ന് ചെന്നിട്ടെ അവരുടെ ഇടയിലിരുന്നൊന്ന് കരഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഈ ജന്മത്തെ തിരിച്ചു പോണ്ടാന്ന് അവര് പറയും. അതെ, ഉള്ള കാര്യം പറയാലോ. അവരുടെ കുടുംബം കഴിയുന്നത് കണ്ട കൊതി തോന്നും. അച്ഛൻ, അമ്മ, മക്കളെന്നൊക്കെ പറഞ്ഞ അങ്ങനെയല്ലേ വേണ്ടത്? ആ. ഇവിടെയും ഉണ്ട് കുറെ ആൾക്കാര്. അല്ല, ഇല്ലായ്മക്കാരായ അവര് ചെയ്യുന്നത് പോലെ ഇവിടെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ചേച്ചി, അവള് പോകുന്നത് അപകടമാണെങ്കിൽ അവളെ വിടണ്ട. പോകണ്ടെന്ന് നമ്മൾ പറഞ്ഞ പോരെ? പൊയ്ക്കോളാൻ സൂര്യ സമ്മതിച്ചിട്ട് നിന്നെ കൊണ്ട് അവളെ തടഞ്ഞു നിർത്താൻ പറ്റുമോ?